Start camera. Rolling, sir. Action! പിന്നെ എന്നിട്ട് ഇവരെന്നെ വലിയ ആളാക്കില്ലേ ഇവരുടെ തന്റെ അല്ല എന്റെ തന്ത വേറെയാ. തന്റെ തന്തയല്ല എന്റെ തന്ത. അത് തന്നെയല്ല വലിയ ആളാക്കിയത് ആരാന്നറിയോ? എന്നെ സുരേഷ് ഗോപിയാ വലിയ ആളാക്കിയത്, ഇവനൊന്നും അല്ല. അടിമാലിയിലെ മറിയക്കുട്ടി ചേട്ടത്തി ഇപ്പം നമ്മൾ ഇവിടൊപ്പം ചേരുകയാണ്, 24-നൊപ്പം ചേരുകയാണ്. മെമ്പർഷിപ്പ് എടുത്തു എന്നാണ് പറയുന്നത്. BJP ചേർന്നു, എടുത്തു സ്വീകരിച്ചു. ഇനി മരങ്കേറ്റം തന്നെയാ നല്ലത്. ഈ KPCC ഒരു വീടൊക്കെ നിർമ്മിച്ചു തന്നായിരുന്നല്ലോ. അത് ഞാൻ ചക്കാത്തിലൊന്നുമല്ല, ഒന്നാം തരട്ട് അധ്വാനിച്ചതാ. എന്നിട്ട് സതീശൻ വന്നപ്പോ കയറിക്കൂടി ഒരാഴ്ച കഴിഞ്ഞപ്പോ വന്നു. ജീസൻ എന്നെ വന്നപ്പോ എന്റെ വീട്ടിലേക്കല്ലേ വരണ്ടേ? ജീസന്റെ വീടെല്ലാം അലങ്കരിക്കണ, എന്റെ വീടല്ലേ ഉദ്ഘാടനം ചെയ്യണ്ടേ? അബദ്ധത്തിലല്ല, മനഃപൂർവ്വ. ജീസന്റെ വീട്ടിൽ വന്ന് ശാപ്പാടും കഴിഞ്ഞിട്ട് കുഞ്ഞു നോക്കി വെച്ച് പോയി. വീട്ടിൽ വന്നില്ല, അതൊക്കെ ഒരു പ്രതിഷേധം, അതൊക്കെ വിഷമമായി. എന്നെന്തിനാടാ ഇതിന്റെ പിടിച്ചിടുന്നത്? എനിക്ക് വിഷമമുണ്ട്, കാരണം അയാള് നോക്കണോണ്ടല്ലോ. ഈ പിണറായിനെ വെറുപ്പിക്കാൻ എനിക്ക് ഇഷ്ടമല്ല. ഇയാൾക്ക് ഓടിക്കേറി വന്നോട് ഞാനൊരു കാര്യം പറ്റേ, ഈ സുരേഷ് ഗോപി എനിക്ക് പെൻഷൻ തന്നെ ഉണ്ട്. അത് ഞാൻ അന്ന് തുടങ്ങി എനിക്ക് കിട്ടണ അത് താൻ എനിക്കിട്ടൊന്ന് താങ്ങിയതാണല്ലോ. ചട്ടി കൊണ്ടിറങ്ങി. അത് എൻ്റെ പേരാ, എൻ്റെ പറയാ 100 പേര് ഈ ഫോട്ടോ പിടിക്കാൻ മഞ്ഞില്ല, ക്യാമറ പിടിക്കാൻ മഞ്ഞില്ല. വെറുതെ നാട്ടുകാരുടെ മുമ്പ് നാണം കെടാൻ. ഈ ചെമ്മീച്ചാൽ എനിക്ക് 4 മാസം തന്നു. ജീസ എന്നാ പറഞ്ഞെന്ന് പറഞ്ഞാൽ അങ്ങനെ വലിയ ആളാക്കണ്ടെന്ന് പറഞ്ഞ് തിരിച്ചയച്ചു. ഉണ്ടായും വേണം, കോൺഗ്രസും വേണം. ഈ സതീശന് കോൺഗ്രസിന്റെ ജീവിതത്തിൽ പ്രധാനമന്ത്രി അടുത്ത് കൊണ്ടുപോകില്ല. അവര് കൊണ്ടുപോകില്ല, വലിയ ആളായല്ലേ. അത് സുരേഷ് ഗോപി തന്നെയാ, അത് കോൺഗ്രസ് അല്ല വലിയ ആളാക്കിയത്. ഏതായാലും നിന്നിട്ട് കാര്യമില്ല, മുമ്പോട്ട് വെച്ചാൽ മുമ്പോട്ട് തന്നെ വരും. അന്ന് നിന്നവരൊക്കെ ജയിച്ചില്ലേ, എല്ലാം ജയിച്ചില്ലേ? ഒരു സീറ്റല്ലേ CPM-ന് കിട്ടുള്ളൂ, ബാക്കി എല്ലാം കിട്ടിയില്ലേ? അതെ, തെരഞ്ഞെടുപ്പിൽ എന്തായാലും ജയിക്കുമെന്ന് വിചാരിച്ച് ഞാൻ പല വെല്ലുവിളികളും നടത്തിയതാ, ആകെ അബദ്ധമായി. പിന്നെ എന്നിട്ട് ഇവരെന്നെ വലിയ ആളാക്കില്ലേ ഇവരുടെ തന്റെ അല്ല എന്റെ തന്ത വേറെയാ. സന്തോഷായല്ലോ. പിന്നെ ചേച്ചി പോട്ടെ. Yeah, I'm here to make you hurt. That's the only way I work.